തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അഥവാ രണ്ട് വ്യത്യസ്ത രീതിയിൽ ജീവിച്ചതായ രണ്ട് വ്യക്തികളെയാണ് കർത്താവ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അവരിൽ ഒരുവൻ ധനവാനായ മനുഷ്യൻ. അവൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ മനുഷ്യൻ ആഡംബര ജീവിതം നയിച്ചവനാണ്. തിന്നും കുടിച്ചും മതിച്ചും ജീവിച്ചതായ വ്യക്തിയായിരുന്നു ഇവൻ്റെ ജീവിതകാലം എന്നുള്ളത് മറന്നു പോകരുത്. ധനികനായ ഈ മനുഷ്യൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നതായ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അവൻ്റെ പേര് ദരിദ്രനായ ലാസർ എന്നതാണ്. ഇവർ രണ്ടുപേരും കുറേ കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലാസർ ഒരു രോഗിയായിരുന്നു, ദരിദ്രനായിരുന്നു, വിശപ്പുള്ളവനായിരുന്നു, ദാഹമുള്ളവനായിരുന്നു, ധനവാന്റെ വീടിൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നവനായിരുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചു. അവൻ്റെ ആത്മാവിനെ കൊണ്ടുവന്നിട്ടത് പാതാളത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് പാതാളത്തിലേക്ക് അവൻ്റെ ആത്മാവിനെ കൊണ്ടുവന്ന് വയ്ക്കുവാൻ കാരണം? ധനവാനായിരുന്നത് കൊണ്ടല്ല, പിന്നെയോ മനുഷ്യൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരുന്നു. ഇവൻ വലിയ ഒരു കടമുള്ളവനായിരുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് കടമാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. അതേ പടിപ്പുര വാതിക്കൽ കിടന്നതായ ലാസറിനെ ഒന്ന് കാണുവാനോ അവനൊന്ന് ശുശ്രൂഷിക്കുവാനോ, വ്രണം പിടിച്ച് രോഗിയായി കിടന്ന അവനെ ഒന്ന് ശുശ്രൂഷിക്കാൻ മനസ്സില്ലായിരുന്നു. അവൻ്റെ വിശപ്പൊന്ന് മാറ്റിക്കൊടുക്കുവാൻ ഇവന് മനസ്സില്ലായിരുന്നു. അവന് വേണ്ടതായ ക്രമീകരണം ചെയ്യുവാൻ ധനവാനായ മനുഷ്യന് ഇഷ്ടമില്ലായിരുന്നു. അത് ദൈവത്തിന് അനിഷ്ടമായിരുന്നത് കൊണ്ടാണ് അവൻ്റെ മേൽ വലിയൊരു കടം ദൈവം വരുത്തി വെച്ചത്. അത് മുഖാന്തരമായിട്ട് അവൻ ചെന്ന് പെട്ടത് പാതാളത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് ചെന്നത്? അത് മറ്റൊന്നുമായിരുന്നില്ല. അവൻ ദരിദ്രനായിരുന്നത് കൊണ്ടല്ല. അവൻ പടിപ്പുര വാതിക്കൽ കിടക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ എല്ലാം ചെയ്തിരുന്നു. അവന് യാതൊരു പരിഭവം ആരോടും ഉണ്ടായിരുന്നില്ല. അവൻ രോഗിയായിരുന്നിട്ടും ദൈവത്തോട് അവൻ പിറുപെടുത്തില്ല. അവൻ വെണ്ണം നിറഞ്ഞ മനുഷ്യനായിരുന്നിട്ടും മറ്റാരോടും അവൻ ഒരു പരാതി പറഞ്ഞില്ല. അവൻ വിശന്നിരുന്നിട്ടും ആരോടും അവൻ ഒരു കാര്യവും വെളിപ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെല്ലാം അവൻ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കഷ്ടപ്പാടുകളിൽ, അവൻ്റെ വേദനകളിലെല്ലാം അവൻ ദൈവത്തോടു കൂടെ ചേർന്നിരുന്നത് കൊണ്ടാണ് അവൻ്റെ ദൈവം അതേ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നത്. ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ വലിയൊരു വേദഭാഗമാണിത്. നമ്മുടെ പടിപ്പുര വാതിക്കൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതെതിനായി കിടക്കുന്നുവെങ്കിൽ, രോഗിയായി കിടക്കുന്നുവെങ്കിൽ, വിശന്ന് കിടക്കുന്നുവെങ്കിൽ, ദാഹിച്ച് കിടക്കുന്നുവെങ്കിൽ, അവനെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികമായി ആളുകൾ വളരെയധികം വിഷമിപ്പിക്കുന്ന മനുഷ്യ രോഗമാണ് ഡയാലിസിസ് എന്ന് പറയുന്നതായ ആ രോഗം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഒത്തിരി ആളുകൾ വേദന കൊണ്ട് പൊളയുന്നതായ ഒരു അനുഭവമാണ്. ഈ കാലഘട്ടത്തിൽ അനേകം പേര് നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കുമെന്ന്. അവരെ ഒന്ന് കാണുവാനും ഒന്ന് ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനും ദൈവികമായ കൃപ ജീവിച്ച്
നല്ല ഒരു ജീവൻ നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. ഈ നോമ്പ് നമുക്കൊരു അനുഗ്രഹമായി തീരുന്നതൊക്കെ വേണം. ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.